ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് തിരുവോണ താരമായി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ദി വൺ ആൻഡ് ഓൺലി അപർണ ബാലമുരളി. ചേച്ചി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ ഏറ്റവും പുതിയ സിനിമ റിലീസാണ് കിഷ്കിന്ധാകാണ്ട് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇത് ഓണം സീസണും കൂടെയാണ്. ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചി തൃശ്ശൂരിൽ നിന്നാണ്. അപ്പൊ നല്ല ഓണം ഒക്കെ നല്ല പോലെ എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പൊ ചേച്ചി ഇവിടെ കൊച്ചിയിലാണ് മിക്ക സമയത്ത് ഷൂട്ട്. വാട്ട് യു മിസ് അബൌട്ട് ഓണം? തൃശ്ശൂരേക്ക് ഓണം എങ്ങനെയായിരുന്നു? ഐ തിങ്ക് ആ തറവാട് അമ്മൂമ്മയും ഞങ്ങളിപ്പോ വേറെ ഇപ്പൊ ഞാനിവിടെ എറണാകുളത്താണ്, അമ്മൂമ്മ തറവാട്ടിലാണ്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ പിന്നെ കുറെ കാര്യങ്ങൾ മാറി, കോവിഡിന് ശേഷം അങ്ങനെയൊക്കെ ആയിപ്പോയി. ഐ തിങ്ക് ദോസ് സ്മോൾ തിങ്സ്, ഈ പൂക്കളം ഇടുന്നതും, ഞാൻ ഇപ്പൊ ഇത് കാണുമ്പോഴേ ഐ വാസ് ടെല്ലിങ് യു, പൂക്കളം ഇടുന്നത്, പിന്നെ എനിക്ക് കോളേജിലെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻസ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ തൃശ്ശൂർ പുലിക്കളിയൊക്കെ കാണാൻ പോകും ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ. പുലിക്കളിയൊക്കെ കാണാൻ പോകും, കസിൻസ് എല്ലാവരും കൂടെ പോകും. അങ്ങനെ ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് മെമ്മറീസ്. സ്പെഷ്യലി മറ്റേ തറവാട്, പിന്നെ സ്കൂള്, കോളേജ്, അങ്ങനത്തെ കുറെ മെമ്മറീസ് നല്ലതുണ്ട്. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ലൈക്ക് യു ആർ ഡൂയിങ് ബാക്ക് ടു ബാക്ക് ഒരുപാട് മൂവീസ് ഉണ്ട്. അതിന് ഏറ്റവും പുതിയ വിശേഷം കിഷ്കിന്ധാകാണ്ട്. സോ നമുക്ക് അതിനെപ്പറ്റി നടന്നുകൊണ്ട് സംസാരിച്ചാലോ? യെസ്, ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ ഈ ഒരു ഏറ്റവും പുതിയ സിനിമ റിലീസാവാണ് കിഷ്കിന്ധാകാണ്ഡം. അപ്പോൾ ഈ സിനിമയുടെ ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ വിച്ച് വാസ് വെരി, എന്താ പറയുക, ഭയങ്കര കൗതുകം തോന്നി. കാരണം ആ പേരിൽ തന്നെ ഒരു കൗതുകം ഉണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഫാമിലിയുടെ അടുത്തൊക്കെ വന്നിട്ട് ഇപ്പോൾ ഏതാ സിനിമ എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈറ്റിൽ പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ റിയാക്ഷൻ? ലൈക്ക് എനിക്ക് കേട്ടപ്പോൾ ഇത്തിരി കൗതുകം തോന്നിയിരുന്നു. നമ്മൾ പ്രൊമോഷൻസിന് പോയപ്പോഴും ഈ പേര് ആരുടെ അടുത്ത് പറയുമ്പോഴും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അവർക്ക് അറിയാനായിട്ട്. എന്താ ഇത് കിഷ്കിന്ധാകാണ്ഡം എന്ന് പറയുമ്പോൾ, വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്? പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ നമ്മുടെ പുരാണങ്ങളിൽ ഈ ഹനുമാൻ, സുഗ്രീവൻ, ഇവരുടെയൊക്കെ കിങ്ഡമാണ് കിഷ്കിന്ധ എന്ന് പറയുന്നത്. അപ്പോൾ അതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാണ്ട് ഒരു വളരെ മെറ്റഫറിക്കലായിട്ടാണ് ഇതിൽ പേര് ഉപയോഗിച്ചിരിക്കുന്നതും. പിന്നെ ഈ ക്യൂരിയോസിറ്റി കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. പിന്നെ കൊരങ്ങന്മാരുടെ പ്രസക്തി ഈ സിനിമയ്ക്ക് നല്ലോണം ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ ഇട്ടത്. പക്ഷെ ഭയങ്കര ക്യൂരിയോസിറ്റി കൊടുത്തിട്ടുള്ള ഒരു ടൈറ്റിലായിരുന്നു ഇത്. ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണ് സംഭവം നമ്മൾ ഒബ്വിയസ്ലി ആലോചിച്ചു. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു ബിടെക് 2018, പിന്നെ സൺഡേ ഹോളിഡേ, ഇങ്ങനെ ഒരുപാട് സിനിമയായിട്ട് ആസിഫിയുടെ ഉള്ള ഒരു വലിയ സിനിമയാണ്. ഹൗ വാസ് ഇറ്റ് വിത്ത് ആസിഫ് അലി? ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്. അപ്പൊ ചേച്ചിക്ക് എങ്ങനെയാണ് ആസിഫിയുടെ ഇത് പറയുമ്പോൾ? ഞാൻ ഇക്കാന് സൺഡേ ഹോളിഡേ അല്ലെങ്കിൽ തൃശ്ശൂർ പേരൂർ ക്ലിപ്തും തൊട്ട് അറിയാം എനിക്ക്. ആൻഡ് അപ്പോൾ തുടങ്ങി വി ഹവ് ഓൾവേസ് ബിൻ ഇൻ കോൺസ്റ്റന്റ് കോൺടാക്ട്, അല്ലെങ്കിൽ വി ബിക്കം വെരി ഗുഡ് ഫാമിലി ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ ഈ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കുറേ നാൾക്ക് ശേഷം ചെയ്യുന്നതെന്നോ അങ്ങനത്തെ ഒരു ഫീലൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. വി ഹവ് ഓൾവേസ് ബിൻ ടോക്കിംഗ് ടു ഈച്ച് അതർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാണും, അല്ലെങ്കിൽ സംസാരം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് that has always been the same. He's family to me. So ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും. അപ്പോൾ ആസിഫ്ക്ക് ആണെങ്കിലും രഞ്ജിത്തേട്ടനാണെങ്കിലും എല്ലാവരും, ആ ടീമും ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. സോ ഇറ്റ് വാസ് വെരി നൈസ്, ഇറ്റ് വാസ് ഫൺ ടു വർക്ക് വിത്ത് ഹിം. ചേച്ചിയുടെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നല്ല, ഒരു ഗിഫ്റ്റ് പോലെ കാണുന്ന ഒരു സിനിമയാണ് മഹേഷിന്റെ. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ സിനിമയിലോട്ട് വരുന്ന സമയത്ത് വാട്ട് വാസ് യുവർ തോട്ട്? നമുക്ക് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ലൈക്ക് ഐ തിങ്ക് യു ആൻഡ് മഹേഷിന്റെ പ്രതികാരം 2016 റിലീസ് 2016 ആയിരുന്നു, ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ നമുക്കൊരു മൈൻഡിലൊരു തോട്ട് ഉണ്ടാവില്ല ആ ഒരു സമയത്ത് വാട്ട് വാസ് ഫാമിലി മൊത്തത്തിൽ? കാരണം ചേച്ചിക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു തോട്ട് എന്തായിരുന്നു സിനിമ എന്ന് പറയുമ്പോൾ? ഓക്കെ, ഞാൻ ചെയ്യാൻ പോവുകയാണ്. വാട്ട് വാസ് യു തിങ്കിങ്? ഐ തിങ്ക് സിനിമ പെർട്ടിക്കുലർലി ഇപ്പം നമുക്ക് വലിയ കണക്ഷൻ ഇല്ല എന്നുള്ളൂ. പക്ഷെ എൻ്റെ പേരൻസ് സിംഗേഴ്സാണ്. ആൻഡ് ആർട്ടും ഭയങ്കര, എന്താ പറയുക, ഡാൻസ്, പാട്ട്, ഈ വക പരിപാടികൾ കോൺസ്റ്റൻ്റ്ലി വീട്ടിലെപ്പോഴും, ഇപ്പം ഞാനാണെങ്കിൽ അല്ലെങ്കിൽ പാട്ട്, അമ്മയും അച്ഛനും സിംഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ എപ്പോഴും വീട്ടിലെപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് സിനിമ എന്നുള്ളൊരു ഫാക്ടർ അവർ വേറെ കണ്ടൊന്നുമില്ല. അവർ അതിനെയും കല എന്നുള്ളൊരു രൂപത്തിൽ തന്നെയാണ് എൻ്റെ ഫുൾ ഫാമിലിയും കണ്ടിട്ടുള്ളത്. സോ ദേ വർ നോട്ട് വെരി, എന്താ പറയുക, സിനിമയാണെന്നും പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു റിയാക്ഷൻ അല്ലാണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. അപ്പം ഞാനും അമ്മയും കൂടിയിട്ടാണ് മഹേഷിന്റെ പ്രതികാരത്തിന് ഓഡിഷന് പോയിട്ടുള്ളതും ഒക്കെ. ആൻഡ് ഐ തിങ്ക് അങ്ങനെ ഭയങ്കര എതിർപ്പുകളോ അങ്ങനെ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. വീട്ടിൽ നിന്നൊന്നും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് ഐ നെവർ തോട്ട് ദാറ്റ് ദിസ് വുഡ് ബി എ ഹ്യൂജ് ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. ഒരു കരിയർ തന്നെ മാറും എന്നുള്ളത് എനിക്ക് തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ബട്ട് ഐ എം വെരി ഹാപ്പി ദാറ്റ്
വേറെ എൻഡഡ് അപ്പ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആർട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഐ തിങ്ക് യു സ്റ്റഡീഡ് ആർക്കിടെക്ചർ. അപ്പം നമുക്ക് എല്ലാവർക്കും വളരെ റെയർ ആയിട്ട് കിട്ടുന്നൊരു ഭാഗ്യമാണ് പാഷൻ പ്രൊഫഷൻ ആക്കുക ടൈപ്പ്. ചേച്ചിക്ക് ചെറുപ്പം തൊട്ടേ ആർക്കിടെക്ചർ ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ നമ്മൾ പഠിക്കുന്നതൊക്കെ. അപ്പോൾ അതായിരുന്നോ താല്പര്യം, അതോ സിനിമ എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു? എൻ്റെത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. ദറ്റ് ആർക്കിടെക്ചർ എനിക്ക് എപ്പോഴോ ഈ പ്രാന്ത് തലേ കയറി. ഞാൻ വേറെ ഒരു എൻട്രൻസും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതിന് മാത്രം ആണ് ട്രൈ ചെയ്തത് പോലും. സോ ആർക്കിടെക്ചർ ഇത് കിട്ടിയപ്പം ഞാൻ പാലക്കാട് ഒരു കോളേജിലാണ് പഠിച്ചത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട്ടുകാർക്ക് ആർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ഡോണ്ട് വോണ്ട് ടു ഞാൻ പാട്ടും എല്ലാം നിർത്തി ഫുൾ പഠിത്തം അങ്ങനെയൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഞാൻ മറ്റേ പാട്ടും ഡാൻസും ഒക്കെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ഫസ്റ്റ് പറഞ്ഞത് ഉണ്ണിമായ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്, പുള്ളിക്കാരിയാണ് ആ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓക്കെ ശരി എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ണിമായ മാം എന്നാണ് ഞാനിപ്പോഴും വിളിക്കുക. ഉണ്ണിമായ ചേച്ചി ശ്യാം പുഷ്കർസ് വൈഫ്, ജോജിയിലും എല്ലാത്തിലും അഭിനയിച്ച. അപ്പം പുള്ളിക്കാരി ആയിരുന്നു എൻ്റെ ടീച്ചർ, ആർക്കിടെക്ചർ ടീച്ചറായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴേ ഉണ്ണിമായ മാം മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിന് ഓഡിഷൻ്റെ ഒരു മെസ്സേജ് അയക്കുന്നത്. സോ ഇറ്റ്സ് വെരി എന്താ പറയുക, ഭയങ്കര രസമാണ് ആ ജേർണി എന്ന് പറയുന്നത്. അതായത് ആർക്കിടെക്ചർ പഠിക്കാൻ പോയി, അവിടെ ഉണ്ണിമായ ചേച്ചിയെ പരിചയപ്പെട്ട് അവിടുന്ന് പിന്നെ മഹേശ്വരത്തിലേക്ക് പോയി. പക്ഷെ ഐ നെവർ ലെഫ്റ്റ് ആർക്കിടെക്ചർ. ഞാൻ 7 വർഷം എടുത്തു, എന്നാലും ഞാൻ അത് എങ്ങനെയോ തീർക്കാൻ നോക്കി. യു വോൺ ദി നാഷണൽ അവാർഡ് ജയിച്ചു, അല്ലെങ്കിൽ ലൈക്ക് യു വോൺ ദി അവാർഡ് എന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഫസ്റ്റ് തോട്ട് ഉണ്ട്? ലൈക്ക് ആ സമയത്ത് എവിടെയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാ ന്യൂസ് അറിഞ്ഞത്? ഞാൻ ഐ വാസ് ഷൂട്ടിങ് പൊള്ളാച്ചി ഭാഗത്ത് എവിടെയായിരുന്നു. ഞാൻ ആ സമയത്ത് ഇനി ഉത്തരം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യായിരുന്നു. ആൻഡ് ഇത് ആക്ച്വലി ആ റിസൾട്ട് അറിയുന്നതിനെക്കാട്ടിലും എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചതും വറി ചെയ്യിച്ചിട്ടുള്ളതും വാസ് ദറ്റ് വെയിറ്റിംഗ്. അതായത് ഇങ്ങനെ ഉണ്ട് എന്ന് കേട്ടു, അത് ലാസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് കേട്ടു, പക്ഷേ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ആ ഒരു ടൈം ഉണ്ടല്ലോ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളൊരു സമയം. ദാറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട്. അതായിരുന്നു എൻ്റെ ഏറ്റവും ഡിഫിക്കൾട്ട് മൊമെന്റ്. കാരണം എനിക്ക് ഇല്ലെങ്കില്ല, അത് ഉണ്ടെങ്കിൽ ഉണ്ട്, എന്തായാലും പെട്ടെന്ന് എന്തായാലും പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടെന്നുള്ളതായിരുന്നു എൻ്റെ മൂഡ്. അപ്പോൾ പിന്നെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പം ആലോചിക്കുമ്പോൾ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര നംനെസ് ആണ് തോന്നുക. കാരണം ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള ന്യൂസുകൾ അങ്ങനത്തെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഇനി ഉത്തരത്തിൻ്റെ സെറ്റിലാണ് അങ്ങനെ ഉണ്ടായത്. ബിക്കോസ് അതിൽ വേറൊരു വലിയ കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ, ഇനി ഉത്തരത്തിൻ്റെ ക്യാമറ ചെയ്ത രവി ചേട്ടനാണ് എന്നെ ഫസ്റ്റ്, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈം എന്നെ ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് രവി ചേട്ടനാണ്. അപ്പം ഹി വാസ് ഓൾസോ ദെയർ ഓൺ സെറ്റ്. ദാറ്റ് വാസ് എ ബിഗ് ബ്ലെസ്സിങ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ആ സെറ്റിലായിരുന്നു ഇതിൻ്റെ ന്യൂസും എല്ലാം കേട്ടിട്ട്. നാഷണൽ അവാർഡ് വിൻ ചെയ്തു എന്ന് അറിഞ്ഞ നെക്സ്റ്റ് കോൾ എങ്ങനെ, ഔട്ട് ഗോയിങ് ആയിരുന്നു ഇൻകമിംഗ് ആയിരുന്നു? ആരാദ്യം വിളിച്ച് പറഞ്ഞത്? ലൈക്ക് കുറേ കോൾ ഉണ്ടായിരുന്നു. അതായത് ഇത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷം തരുന്ന കാര്യം കേട്ടോ ഇപ്പോഴും ഇത് പറയുമ്പോഴൊക്കെ. കാരണം ഇത് അടുത്ത കോൾ എടുക്കാനും കട്ട് ചെയ്യാനും, അതായത് നമ്മുടെ ഫോണിലേക്ക് കോൺസ്റ്റന്റ്ലി കോൾസ് വന്നുകൊണ്ടിരിക്കും. ദറ്റ് യുവർ ഫോൺ ഹാങ് ഒക്കെ ആവും ചിലപ്പോൾ. അങ്ങനെ കോൾ വരും. എന്നെ വിളിക്കാത്ത ആൾക്കാരൊക്കെ വെപ്പെടുന്നത് എവിടുന്നൊക്കെയോ നമ്പറൊക്കെ എടുത്ത് വിളിക്കുന്നു. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ ലാലേട്ടൻ വിളിക്കുന്നു. അങ്ങനെ കുറേ പേരുടെ കോളുകൾ വരുന്നു. അപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്, ഐ വാസ് വെരി ഹാപ്പി. ഏറ്റവും പുതിയ സിനിമ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയിലോട്ട് വരുമ്പോഴേക്കും അതിൽ നമ്മൾ മെയിൻലി ലീഡിങ് പറയുമ്പോൾ ചേച്ചിയും ആസിഫ് അലിയാണ്. പക്ഷെ നല്ല ഒരുപാട് അധികം ക്യാരക്ടേഴ്സ് ആ സിനിമയിലുണ്ട്. വിജയരാഘവൻ എന്ന് പറഞ്ഞ സാർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഉണ്ട്. സോ ഹൗ വാസ് ഇറ്റ് ലൈക്ക് നമുക്കൊരു എക്സ്പീരിയൻസ് അല്ല സീനിയർ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ? ആക്ച്വലി ഈ സിനിമയിൽ ഇഫ് യു ആസ്ക് മീ, വിജയരാഘവൻ ചേട്ടനാണ് മെയിൻ. അല്ലെങ്കിൽ ബേസിക്കലി നമുക്ക് ടാഗ്സ് കൊടുക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും. നമുക്കിപ്പോൾ നായകൻ, നായിക അങ്ങനത്തെ ഒരു ടാഗ് കൊടുക്കാൻ പറ്റാത്ത ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫിലിമാണിത്. ദർ ആർ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് കമ്മിങ് ആൻഡ് ഗോയിങ്. ഇനി ഈ ക്യാരക്ടേഴ്സ് എല്ലാം എത്ര ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ പിന്നെ ഇവരെ പോലത്തെ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ നമ്മളെക്കാളും ഫണ്ണാണ് ഇവർ ഭയങ്കര അടിച്ചുപൊളി. ഞങ്ങൾ ഇൻ്റർവ്യൂസ് ചെയ്യുമ്പോഴും അശോകൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, ഇവരെ രണ്ടുപേരും ഒരുമിച്ച് ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഇവര് മറ്റേ ഹരിഹർ നഗർ എല്ലാ കാര്യങ്ങളും റഷസ് തിരിച്ചു വരും. അതേപോലെ തന്നെയാണ് വിജയരാഘവൻ ചേട്ടൻ. നമ്മൾ സെറ്റിൽ പോകുമ്പം പുള്ളിയുടെ എനർജിയാണ് നമുക്കും ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുക നമ്മളെ ഓരോ ദിവസവും ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും. കാരണം
ഹി ഈസ് ലൈക്ക് ആസ് എൻ ആക്ടർ നമുക്കൊക്കെ വളരെ നമ്മളൊക്കെ ഭയങ്കര ആരാധിക്കുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരുന്നു, ഞാൻ ഈ ഷൂട്ടിൻ്റെ ഇടയിൽ നെയ്മർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിൽ കുട്ടേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഭയങ്കര ഫണ്ണാണ്. അതുപോലെയല്ല കിഷ്കിന്ധാകാണ്ഡത്തിലെ ക്യാരക്ടർ. അപ്പം എനിക്കിത് പ്രോസസ്സ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പുള്ളീനെ സെറ്റിൽ കാണുമ്പോൾ ഞാൻ തലേന്ന് കണ്ട സിനിമയിലത്തെ ആളേ അല്ല ഈ ഒരു മനുഷ്യൻ ഈ ഇവിടെ വന്ന് ചെയ്യുന്ന ക്യാരക്ടർ. സോ ആസ് എൻ ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീയിങ് എല്ലാം കൊണ്ടും ഈസ് വെരി നൈസ്. അപ്പോൾ I felt very happy to work with all these people. ജഗദീഷ് ചേട്ടനാണെങ്കിലും അശ്വൻ ചേട്ടനാണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും എല്ലാം ഭയങ്കര രസം. ലൊക്കേഷനിൽ അത്യാവശ്യം നല്ല ഫണ്ണാണെങ്കിൽ അത് സ്ക്രീനിലും വല്ല ഒരു പെട്ടെന്ന് ജെല്ലാവില്ല നമ്മളെല്ലാവരുമായിട്ടും. അത് രസമാണ്. ഇപ്പൊ ലൈക്ക് ചേച്ചി പൊതുവേ എങ്ങനെയാ, ലൈക്ക് എന്താ എത്ര ഭയങ്കര സോഷ്യൽ ബട്ടർഫ്ലൈ ആണോ അതോ അത്യാവശ്യമാണ്. ഞാൻ എനിക്ക് എപ്പോഴും ഇപ്പൊ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫസ്റ്റ് ഡേ എപ്പോഴും ഭയങ്കര ടെൻഷനാണ്. അത് ഏത് ഷൂട്ടാണെങ്കിലും മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് ഫസ്റ്റ് ഡേ ഷൂട്ട്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ആ സിങ്ക് ആവുമല്ലോ, നമ്മുടെ ഭാഷ, നമ്മുടെ ആൾക്കാർ എന്നുള്ളൊരു ഫീല് നമുക്ക് എപ്പോഴും വരും. അതുകൊണ്ട് മലയാളത്തിൽ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു ഹോം ഫീൽ എപ്പോഴും വരാറുണ്ട്. പക്ഷേ തമിഴൊക്കെ ആണെങ്കിൽ ഒരു 1-2 ദിവസം എടുക്കുമെന്ന് ഫുള്ളായിട്ടൊന്ന് സെറ്റായി എല്ലാവരുമായിട്ടൊന്ന് പരിചയം. പിന്നെ കുറേ കൂടെ വലിയ സെറ്റുകളായിരിക്കും, ആൾക്കാർ നമ്പർ ഓഫ് പീപ്പിൾ വിൽ ബി മോർ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എല്ലാവരും നമുക്ക് പരിചയപ്പെടാനും പറ്റിയെന്ന് വരില്ല. സിനിമ കഴിയുന്നവരെ മിക്ക ആൾക്കാരെ ഒന്നും അറിയണ്ടാവില്ല, അത്രയും വലിയ സെറ്റാണ്. പക്ഷെ ഉള്ള ആൾക്കാരായിട്ട് നമ്മൾ പിന്നെ ഭയങ്കര ഫണ്ണായിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ സെറ്റാവും. കുറച്ച് നാളുകൾ മുൻപിലേക്ക് ചേച്ചി 2015 തൊട്ട് അഭിനയിക്കുന്നതാണല്ലോ. ഈ ഓണം റിലീസ് ആവുന്ന സിനിമകൾ എന്തെങ്കിലും എടുത്ത് ഓർമ്മ വെച്ച് പറയാൻ പറ്റുമോ? ലൈക്ക് വിച്ച് വൺ ഹാവ് യു ബീൻ സ്പെഷ്യൽ? ഓണം റിലീസ് വരുമ്പോൾ എൻ്റെ തന്നെ സിനിമ ഐ റിമെമ്പർ, ഐ തിങ്ക് ഓണമായിരുന്നു ഒന്ന് മുത്തശ്ശി ഗദ ഇറങ്ങിയത്. ഐ എം നോട്ട് റോങ്, ഇറ്റ് വാസ് ഓണം ഐ ഫീൽ. ഇതുപോലൊരു ദിവസം സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ പടം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഓണം എൻ്റെ ബർത്ത്ഡേ ഇതൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ പിറന്നാൾ അങ്ങനത്തെ ഏതോ ഒരെണ്ണത്തിനിടയിലായിരുന്നു ഒരു മുത്തശ്ശി ഗദ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് മൈ മെമ്മറി ഓഫ് ഓണം റിലീസ് ഇസ് ദാറ്റ് ഫസ്റ്റ് വരുന്നത് അതാണ്. ബാക്കി അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി എന്താ റിലീസാവുന്ന സിനിമകളൊക്കെ പോയി കാണാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നല്ല തിരക്കുള്ള തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുമ്പോൾ ആവേശത്തിൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ കിഷ്കിന്ധാകാണ്ഡം എന്ന് പറഞ്ഞ സിനിമയിൽ അത്യാവശ്യം നല്ല ബോൾഡ് ആൻഡ് ഫിയേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടറാണ് നമുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തോന്നി. അങ്ങനെയാണോ? ബോൾഡ് എന്ന് പറയില്ല. അങ്ങനെ ഇതിൽ ബേസിക്കലി ഒരു പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് പോകുന്ന ഒരു വൈഫാണ്, ഒരു ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്നൊരു. അപ്പോൾ ആസിഫ് കയുടെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടർ നെയിം ഇസ് ഓൾസോ അപർണ എന്ന ഫിലിം. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ നമുക്കൊരു പുതിയ വീട്ടിലേക്ക്. ഇപ്പം നോ മാറ്റർ വാട്ട് ഹസ്ബൻഡാന്ന് പറഞ്ഞാലും ഒരു പുതിയ വീട്ടിലേക്ക്, പുതിയ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന കുറേ ക്വസ്റ്റ്യൻസും ക്യൂരിയോസിറ്റിയും ഒക്കെ ഉള്ളൊരു ആളാണ് ഈ അപർണ എന്ന് പറയുന്ന ക്യാരക്ടർ. ആൻഡ് അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ അച്ഛനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാണ്ട് അങ്ങനത്തെ കുറച്ച് കോൺഫ്ലിക്ട്സ് ഉള്ള ഒരാളാണ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഐ വുഡൻറ്റ് സേ ഭയങ്കര ബോൾഡ് എന്ന് ഞാൻ പറയില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന കുറച്ച് ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ കുറച്ച് നാളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് യുബിൻ നമ്മുടെ ആദ്യത്തെ മഹേഷിന്റെ പ്രതികാര സിനിമയിലോ അല്ലെങ്കിൽ ഈ സൺഡേ ഹോളിഡേയിൽ നിന്നും കണ്ട ഒരു ക്യാരക്ടറേ അല്ല, ഭയങ്കര വ്യത്യാസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ റീസെന്റ് ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ് ദാറ്റ് യു ആർ നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആസ് എൻ ആർട്ടിസ്റ്റ് എന്ന് ചേച്ചി പറഞ്ഞു. സോ ഇനി എനിക്ക് ഇതിന് എങ്ങനത്തെ റോള് ചെയ്യാനാണ് താല്പര്യം? ലൈക്ക് ഒരു ടൈപ്പ് ഉണ്ടാവില്ലേ? ചേച്ചിക്ക് ആഗ്രഹം എന്താണ്? ലൈക്ക് ഇഫ് യു വിഷ് ഐ ലൈക്ക് ഡൂയിങ് എ ലോട്ട് ഓഫ് എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ see as an artist I don't think any of us will be ever satisfied because we keep learning new things, we keep എന്താ പറയുക നമ്മൾ ഓരോ പുതിയ സെറ്റിലും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ പുതിയ ക്യാരക്ടറിൽ നമ്മൾ പുതിയ പോസിബിലിറ്റീസ് കണ്ടുപിടിക്കും. ദാറ്റ് വിൽ നെവർ എൻഡ്. പക്ഷേ ഐ ലൈക്ക് ടു ഡു എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. ഈ പറഞ്ഞ മാതിരി ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് സംടൈംസ് ഇറ്റ് ബി വെരി ഹാർഡ് ടു പുൾ ഓഫ് ദി സിംപ്ലസ്റ്റ് തിങ്സ്. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ല, പക്ഷെ ചില ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനത്തെ സിമ്പിൾ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര മോസ്റ്റ്ലി വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം. ഇതിൽ എല്ലാ സിനിമയിലും there will be some songs that will be super hit. എല്ലാ സിനിമയിലും ഒരു പാട്ടുണ്ടാവും. ഇപ്പൊ റീസെന്റ് അല്ലെങ്കിൽ റായൻ സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ സൺഡേ ഹോളിഡേയിലെ പാട്ടുകൾ, ലൈക്ക് മഹേഷിന്റെ പ്രതികാരം, ലൈക്ക് എവറി മൂവി there will be a song which is based on you which will be super hit. അതെങ്ങനെയാവും ഒരു, കാരണം എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല നല്ല പാട്ടുകൾ വരുന്നതാണ് അത്ര നല്ല ഭാഗ്യം. സോ ഹൗ ഡു ഫീൽ അബൌട്ട് ദാറ്റ്?
അത് ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലെസ്സിങ് ഓൺലി ബിക്കോസ് ദീസ് തിങ്സ് ആർ നോട്ട് ഇൻ മൈ ഹാൻഡ് ഓൾസോ നോ. അപ്പോൾ എനിക്ക് തരുന്ന അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന പാട്ട് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയയും ഇറങ്ങുന്നവരെ ഉണ്ടാവില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇപ്പോൾ ഈ വാട്ടർ പാക്കറ്റ് ആണെങ്കിലും അതും കൂടെ ഹിറ്റ് ഐ ഫീൽ വെരി ബ്ലെസ്ഡ് ദറ്റ് എൻ്റെ ചോയ്സേ അല്ലല്ലോ ഏത് പാട്ട് എന്താന്ന്. അതിങ്ങനെ വരും, അത് എല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ഹ്യൂജ് ഹിറ്റ്. ഇറ്റ് ബിക്കംസ് എന്താ ആൾക്കാർക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായി മാറും. ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ദറ്റ് ഐ ഗോട്ട് ദീസ് സോങ്സ് ഇൻ മൈ ഫിലിംസ് എന്നുള്ളത്. ഇപ്പോൾ ഓണം സീസൺ ആണ്, അപ്പോൾ യു വിൽ ഹാവ് സം സോർട്ട് ഓഫ് മെമ്മറീസ് ഫ്രം ചൈൽഡ്ഹുഡ്. കാരണം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ നമ്മളൊക്കെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ വി ഹവ് സീൻ ദ ട്രാൻസിഷൻ. കാരണം പണ്ടത്തെ ഒരു ഓണം പോലെ അല്ല ഇപ്പോൾ. സോ വാട്ട് ഡു യു തിങ്ക് ഇസ് ദിസ് ജനറേഷനിൽ, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ മിസ് ചെയ്യുന്ന ഒരു ചെറിയ കുട്ടികളൊക്കെ മിസ് ചെയ്യുന്ന ഒരു എലമെന്റ് എന്തായിരിക്കും പഴയ ഓണം വെച്ച് നോക്കുമ്പോഴേക്കും? വാട്ട് ദേ മിസ്? What they miss എന്ന് വെച്ച് കഴിഞ്ഞാൽ I think it's the outdoors that they missing the most. Outdoorsഉം അതിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കുറേ പിള്ളേർക്ക് കിട്ടുന്നുണ്ടെന്നല്ല. എല്ലാവരും മറ്റേ ഫോൺ അല്ലെങ്കിൽ ഇപ്പം അപ്പാർട്ട്മെന്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ കുറേ ഉണ്ട്. പക്ഷെ എന്നാലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് കളിക്കുന്ന പിള്ളേരെ എനിക്കറിയാം. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ദറ്റ് ഔട്ട്ഡോഴ്സിൻ്റെ ആ ഫുൾ ബ്യൂട്ടിയാണ് പലവരും മിസ് ചെയ്യുന്നത്, നമ്മൾ പോലും മിസ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തു ഞാൻ തറവാട്ടിൽ പോകുമ്പോൾ ഈ അത്തം എത്തിയ ഉടനെ പൂക്കളം ഇടണം എന്നുള്ളത് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് എണീക്കുന്നത് തന്നെ. അപ്പോൾ ഞാനും അമ്മൂമ്മയും കൂടെ പോയി ഫ്രണ്ടിൽ മുറ്റത്ത് പൂക്കളമൊക്കെ ഇട്ട് എല്ലാം അടിപൊളിയാക്കി. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അതൊക്കെ. ഇപ്പോൾ അതൊന്നും ചെയ്യുന്ന പോലും ഇല്ല. ഞാനും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അവിടെ പോയി എവിടെ പൂക്കളിടാൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ചേച്ചിയുടെ മറ്റ് ഇന്റർവ്യൂസ് കണ്ടപ്പോൾ what I got to learn is that സൂററായ് പൊട്ടു was a turning point. അപ്പോൾ ആ ഒരു സിനിമയിലോട്ടുള്ള കോൾ വന്നു, യു വെന്റ് ഫോർ ദി ഓഡിഷൻ ആൻഡ് ഓൾ പ്രോസസ് ഹാപ്പൻ. അതിനുശേഷമാണ് നാഷണൽ അവാർഡ് ജയിച്ചതൊക്കെ. ഇഫ് യു ഹാഡ് ടു ടേക്ക് വൺ തിങ് ഔട്ട് ഓഫ് ദറ്റ് മൂവി, ലൈഫിലോട്ട് മുൻപോട്ട് ഞാൻ പഠിച്ച ഒരു കാര്യം ആ ഒരു സിനിമയിൽ നിന്ന് എടുക്കണമെങ്കിൽ എന്തായിരിക്കും? ഐ തിങ്ക് ഇറ്റ് ഡിഫേഴ്സ് ഫോർ എവറി ഫിലിം. പക്ഷേ ദ കൈൻഡ് ഓഫ് വർക്ക് ഐ ഡിഡ് ഫോർ സൂററായ് പൊട്ടു ഹെൽപ്പ് മീ എ ലോട്ട് ഇൻ എന്താ പറയുക. ഇപ്പം എന്ത് തന്നെ അതിനെ ഫോളോ ചെയ്ത് വന്ന എല്ലാ നല്ല കാര്യങ്ങളും ഇസ് ബിക്കോസ് സുധാ മാം പുഷ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ മാമിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം, ഹൗ ടു പ്രിപ്പയർ ഫോർ ദ ക്യാരക്ടർ എന്നുള്ള കാര്യങ്ങളും. ബട്ട് ദാറ്റ് പ്രിപ്പറേഷൻ ഹെൽപ്ഡ് മീ എ ലോട്ട് സൂററായ് പൊട്ടുവിൽ. ആൻഡ് ഐ തിങ്ക് എനിക്ക് ലൈഫിലെല്ലാം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഏറ്റവും നല്ലതായിട്ട് ടേൺ ഔട്ട് ചെയ്തിട്ടുള്ളത്. സോ സൂററായ് പൊട്ടു വാസ് വൺ ലൈക്ക് ദാറ്റ്. അതും ഈ പറഞ്ഞ മാതിരി അവാർഡും അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ പടം ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൽ ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതോ ഒന്നും. നല്ലൊരു സിനിമ കിട്ടുമ്പോൾ നമുക്ക് അതിനോട് കാണിക്കുന്ന ഒരു ജസ്റ്റിസ് ഉണ്ടല്ലോ. അപ്പോൾ ദാറ്റ് വാസ് ദി ഓൺലി തിങ് ദാറ്റ് വാസ് ഇൻ മൈ മൈൻഡ്. സോ I think that preparation is the main thing that I'll take forward in it. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ വർക്ക്ഷോപ്പ് ആ ഒരു സിനിമയ്ക്ക് മാത്രമല്ലേ ചെയ്തില്ലേ? അതിനായിരുന്നു ഏറ്റവും കൂടുതൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിനായിരുന്നു. പിന്നെ പ്രിപ്പറേഷൻ ഡിഫേഴ്സ് വിത്ത് ഈച്ച് ഡയറക്ടർ. ഇപ്പോൾ ധനുഷ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ സാറിന് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ സെറ്റിൽ വന്നിട്ട് ഓർഗാനിക്കായി ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഫിക്സ്ഡായി പോകും എന്നുള്ള പേടി, അങ്ങനെ ഓവർ പ്രിപ്പയർഡായി വന്ന ഒരു എന്താ പറയുക, നമ്മൾ ആ റിയൽ ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പം അത് ഡിഫേഴ്സ് വിത്ത് ഡയറക്ടേഴ്സ്. പക്ഷേ സൂററായ് പൊട്ടു എനിക്ക് ഇൻ ജനറൽ ഗേവ് മീ എ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ്. എൻ്റെ പിന്നത്തെ സിനിമകളിലും അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു, ആ എടുത്ത വർക്ക്ഷോപ്സും ക്ലാസ്സുകളും ഒക്കെ. ചേച്ചിക്ക് ഇനി എന്താണ് കുറച്ചുകൂടി ഈസിയർ, ലൈക്ക് ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നതാണോ അതോ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നത്? വിച്ച് ഇസ് ഈസിയർ ഫോർ യു? രണ്ടും ഓക്കെയാണ് ആക്ച്വലി. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാരക്ടർ. പിന്നെ സൂററായ് പൊട്ടുവിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, മധുരൈ സ്ലാങ്, ഡയലോഗ്സ്. അതെനിക്ക് ഡയലോഗ്സ് ബൈ ഹാർട്ട് ചെയ്തത് ഹെൽപ്പ് മീ എ ലോട്ട്. സെറ്റിൽ പോയിട്ട് കുറേ കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഇറ്റ് ഡിപ്പെൻസ്. മലയാളത്തിൽ പിന്നെ അങ്ങനെ നമ്മൾ ഡയലോഗ് ഭാഷ പ്രശ്നമില്ലാത്തതുകൊണ്ട് അവിടെ വന്നിട്ടായിരിക്കും മോസ്റ്റ്ലി ചെയ്യുന്നത്. പിന്നെ എവറിത്തിങ്, ദ അറ്റ്മോസ്ഫിയർ ഓൾ മാറ്റർ ചെയ്യും. നമ്മളൊരു സീൻ ചെയ്യുമ്പോൾ ചെറിയ പ്രോപ്പർട്ടി ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. അപ്പോൾ സെറ്റിൽ വന്ന് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നമ്മുടെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഫൈനലായിട്ട് ചെയ്യുന്നത്. ചേച്ചി അപ്പോൾ ആസ് എൻ ആക്ടർ യു ആർ അമേസിംഗ് നമുക്കറിയാം. പക്ഷേ ആസ് എ സിംഗർ യു ആർ ഗ്രേറ്റ്. കാരണം ചില പാട്ടുകളൊക്കെ ചേച്ചി നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ല, ചേച്ചിൻ്റെ പാടിയ പാട്ടുകളൊന്നും ഞാൻ വിശ്വസിച്ചു. പക്ഷേ അതുകൊണ്ട് ഞാൻ ചോദിക്കണമെന്നായിരിക്കുന്നതാണ്, പ്ലീസ് സിംഗ് എ സോങ് ഫോർ അസ്. അപ്പോൾ ആ ഒരു പാട്ടോട് കൂടി നമുക്ക് ഈ ഒരു പ്രോഗ്രാം ആയിട്ട് ഓണം ആയതുകൊണ്ട് ആയിക്കോട്ടെ. കുറേ നാളായിട്ട് എല്ലാവരും പാടുന്ന പാട്ടാണ്, പക്ഷെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന പാട്ടും അതാണ്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറും ഒരു പൂവാലിക്കുയിലേ
മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. താങ്ക് യു. അപ്പോൾ ഈ ഒരു ഓണത്തിന് കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമ റിലീസാണ്. അപ്പോൾ അതിൽ എല്ലാവിധ ആശംസകളും. പക്ഷേ ഐ ജസ്റ്റ് വോണ്ട് ടു സേ സംതിങ്. ഇറ്റ് ഇസ് ഞാൻ ഈ ഇന്റർവ്യൂ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായല്ലോ, പക്ഷേ ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ ഇന്റർവ്യൂയിങ് എ നാഷണൽ അവാർഡ് വിന്നർ ആൻഡ് ഇറ്റ് ഹസ് ബിൻ വെരി സിമ്പിൾ. കാരണം ചേച്ചിയോട് സ്പെൻഡ് ചെയ്തൊരു ലാസ്റ്റ് 1 hour യു ആർ ലൈക്ക് സോ സിമ്പിൾ ഇൻ സോ ഐ ജസ്റ്റ് ഹാവ് ടു അപ്രീഷിയേറ്റ് ദാറ്റ്. I also enjoyed talking to you. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു. സോ ആ ഒരു കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമ ഏറ്റവും നല്ലൊരു വിജയമാവട്ടെ ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം.